നമസ്തേ. സമ്മാനങ്ങൾ കയ്യിൽ കരുതിയവരാണ് വിദ്വാൻമാർ. അപ്പോൾ സമ്മാനങ്ങൾ കരുതാത്തവർ മണ്ടന്മാരാകുമോ? ബേത്ലഹേമിൽ എത്താറായി നാം. കയ്യിൽ വല്ലതും കരുതിയിട്ടുണ്ടോ ഉണ്ണീശോയ്ക്ക് നൽകാൻ? കിഴക്കുനിന്നെത്തിയ രാജാക്കന്മാരുടെ കയ്യിൽ പൊന്നും മൂരും കുന്തിരിക്കവും ഉണ്ടായിരുന്നുവെന്നാണ് പാഠം. പൊന്ന് വിശുദ്ധിയെയും മൂര് ഔഷധത്തെയും കുന്തിരിക്കം സൗരഭ്യത്തെയുമെന്ന് ഒരു പാഠവ്യാഖ്യാനമുണ്ട്. ആരാധനാ സാഹിത്യത്തിലാകട്ടെ വിദ്വാൻമാരുടെ നിക്ഷേപപാത്രങ്ങളിൽ നിന്ന് അവർ സമർപ്പിച്ച സ്വർണം, മൂര്, കുന്തിരിക്കം എന്നിവയാൽ അവന്റെ ദൈവത്വത്തെയും രാജത്വത്തെയും മനുഷ്യത്വത്തെയും സൂചിപ്പിക്കുന്നുവെന്ന് പാടുന്നു. സുഹൃത്തെ, കയ്യിൽ എന്തുണ്ട്? ശിശുവിനെ അവന്റെ അമ്മയായ മറിയത്തോടൊപ്പം കാണാനുള്ള ഈ യാത്രയ്ക്ക് ഇനി അധിക നാളില്ല. അവന് കാഴ്ചവെക്കാൻ പൊന്നുപോലെ ഒരു ജീവിതമുണ്ടോ കയ്യിൽ? നമ്മുടെ ഭാഷയിൽ തങ്കപ്പെട്ട ജീവിതം എന്ന് തന്നെ പറയാം. ജീവിതത്തിന്റെ വേഗങ്ങൾക്കും ആവേഗങ്ങൾക്കുമിടയിൽ പലവിധ വ്യഥകളുടെ കഠിന ചൂളയിൽ അകപ്പെടുമ്പോഴും നിന്നിലെ പൊന്ന് ശുദ്ധീകരിക്കപ്പെടുകയായിരുന്നുവെന്ന തിരിച്ചറിവോടെ അവന് നമ്മുടെ ജീവിതത്തെ വീണ്ടും വീണ്ടും സമർപ്പിക്കാൻ നമുക്കാവുമോ? ഇനി മൂറുപോലെ ഒരു ജീവിതമാണോ നമ്മുടേത്? സുഗന്ധദ്രവ്യത്തെക്കാളും ഒരൗഷധമെന്ന നിലയിൽ ചരിത്രത്തിൽ മൂറിനെ പരാമർശിക്കുന്നുണ്ട്. കണ്ടുമുട്ടുന്നവർക്കും കേട്ടുമുട്ടുന്നവർക്കും സുഖദായകവും ശാന്തി പകരുന്നതുമായ ഒരു ജീവിതം. അങ്ങനെയൊന്ന് കയ്യിൽ കരുതാതെ എങ്ങനെയാണ് തമ്പുരാന്റെ അടുത്തേക്ക് പോവുക? പിന്നെ കുന്തിരിക്കം പരിമളം പരത്താനാവുന്നുണ്ടോ എന്ന് തന്നെയാണ് വെല്ലുവിളി. ദുർഗന്ധമായി തീർന്ന സുഗന്ധമാണ് മനുഷ്യജീവിതമെന്ന് പറഞ്ഞത് മുഹമ്മദ് ബഷീറാണ്. ദൂഷിതമാക്കപ്പെട്ട ഒരു പുഴയാണ് മനുഷ്യനെന്ന സരതുഷ്ടയിലൂടെ പറഞ്ഞ നീഷയെപ്പോലെ. നമ്മുടെ ചിന്തകളുടെയും നിലപാടുകളുടെയും ഗന്ധം മനുഷ്യർക്ക് അരോചകമാകുന്നവയാണ്. അത്രമേൽ വർഗീയവും സങ്കുചിതവും താൻ മാത്രം ശരിയെന്ന ധാരണയുമാണോ നമ്മിൽ നിറയുന്നത്? തിരുത്തണം. ബേത്ലഹേമിലേക്കാണ് പോകുന്നത്. അവിടെ ജനിച്ചത് സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷമാണ്. അവൻ ജനിച്ച വീട്ടിൽ പോകുന്നതിനേക്കാൾ പ്രധാനമാണ് അവൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. പക്ഷേ അതിനൊരു ഉപാധിയുണ്ട് എന്ന് സക്കായി പറയും. പൊക്കക്കുറവും ജനത്തിരക്കും അങ്ങനെ പലവിധ ഷോർട്ട് കമ്മിങ്സും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നതിനാൽ സക്കായിക്ക് യേശുവിനെ കാണാൻ പറ്റിയില്ലല്ലോ. പക്ഷെ അയാൾ എന്താ ചെയ്തത്? യേശുവിന് കാണാൻ പാകത്തിൽ തന്റെ ജീവിതം ഒന്നുയർത്തിപ്പിടിച്ചു. അത്രയുള്ളൂ. യേശു അവന്റെ കൂടെ പോയി. സത്യത്തിൽ മനുഷ്യരുടെ മുമ്പിൽ കാണാൻ കൊള്ളാവുന്ന തരത്തിൽ സ്വയം പ്രദർശിപ്പിക്കുന്ന എനിക്ക് ഭയം വർദ്ധിക്കുന്നു. മറ്റൊന്നുമല്ല, ദൈവത്തിന് കാണാൻ കൊള്ളാവുന്ന ജീവിതം എന്റെ കയ്യിലുണ്ടോ അവന് സമർപ്പിക്കാൻ? ഭാരമേറുന്നിടോ വല്ലാതെ. ആദരവോടെ സക്കീർ.